പരം ശാന്തി മാ ബാബുജിക്ക കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് സ്വർഗലോകം. എന്താണ് സ്വർഗലോകം? ഭൂമിയിൽ 4 യുഗം കഴിഞ്ഞാൽ അർദ്ധപ്രളയം വരുന്നു. 71 യുഗാന്തരം കഴിയുമ്പോൾ ഭൂമിയിൽ പ്രളയം വരുന്നു. ഒരു 71 യുഗാന്തരത്തിന് ഒരു മന്വന്തർ എന്നാണ് പറയുന്നത്. അങ്ങനെ 14 മന്വന്തർ ആയാൽ ഒരു കൽപ്പപ്രളയം വരും. അതിൽ 3 ലോകവും ഭൂലോക്, ഭുവർലോക്, സ്വർഗലോക് ഇവ നശിക്കുന്നു. കൽപ്പപ്രളയം എന്നു പറഞ്ഞാൽ ബ്രഹ്മപുരിയിൽ ഒരു ദിവസമാണ്. സ്വർഗലോകത്തിൻ്റെ ആയുസ് ബ്രഹ്മയുടെ ഒരു ദിവസമാണ്. ജ്ഞാനി പുരുഷൻ സ്വർഗത്തിൽ സുഖപ്പെടില്ല. കാരണം സ്വർഗം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കൊണ്ട് നശിക്കുന്നു. സ്വർഗലോകത്തിൽ ജ്ഞാൻ ഇല്ല എന്നതാണ് പരമാർത്ഥം. ഭോഗി യോനിയാണ് സ്വർഗലോകം. ജ്ഞാൻ വേണമെങ്കിൽ ഭൂമിയിൽ വരണം. ഇവിടെ വന്ന് ഋഷിമുനിയുടെ അടുത്ത് ജ്ഞാൻ പഠിക്കണം. പരമേശ്വരനെ പറ്റി അറിയണം. നിർഗുൺ നിരാകാരനെ ഉപവസിക്കണം. അപ്പോൾ നിർഗുൺ നിരാകാരൻ്റെ അടുത്ത് പോകും. അതിൽ ലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോക്ഷപ്രാപ്തി കൈവരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ സ്വർഗലോകത്തെക്കാളും ഈ ഭൂമിയാണ് നല്ലത്. ഇവിടെ ഇരുന്ന് കർമ്മം ചെയ്ത് ഇവിടെ ഭാഗ്യം ഉണ്ടാവും. ഇവിടെ ജ്ഞാനുണ്ട്. ജ്ഞാനി ആത്മാക്കൾ സേവ ചെയ്യാൻ ചാൻസ് കിട്ടും. ജ്ഞാൻദാൻ മഹാദാൻ, ഇതാണ് ഏറ്റവും വലിയ ദാനം. ജ്ഞാൻദാൻ മഹാദാനം. മഹർലോകത്തിൽ നിന്നും നല്ല ഋഷികൾ ഭൂമിയിൽ വന്ന് ആളുകൾക്ക് ജ്ഞാനം പകർന്ന് നൽകുന്നു. മഹർലോകത്തിൽ ഒരുപാട് മുനിവരും സന്തുക്കളും ഉള്ള പ്രദേശമാണ് മെഹർലോകം. ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അപ്രകാരം ആണ് ചെയ്യേണ്ടത്. ഇത്രയും പറയുന്നത് സ്വർഗലോകത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ്. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ജ്ഞാനം കേട്ട് കഴിഞ്ഞാൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ തോന്നില്ല. മേലെ ലോകത്തേക്ക് പോയി നിർഗുൺ നിരാകാറിൽ ലയിക്കാനേ തോന്നുകയുള്ളൂ. സ്വർഗലോകത്തിലും പെർമനൻ്റ് സുഖം ഇല്ല. ഇന്ദ്രൻ 3 ലോകത്തിൻ്റെ രാജാവ് ആയിരുന്നു. ഇന്ദ്രനും സ്വർഗലോകത്തിൽ നിന്ന് പോകേണ്ടി വന്നു. ഋഷിമുനിയുടെ ശാപത്താൽ. ശാപം കിട്ടിയാൽ ഭൂമിയിൽ വന്ന് സർപ്പശാപം കിട്ടിയതുകൊണ്ട് 10,000 വർഷം ഭൂമിയിൽ മലമ്പാമ്പായി കിടക്കേണ്ടി വന്നു. ഒരു ഇന്ദ്രൻ പോയാൽ വേറെ ഇന്ദ്രൻ ആ സ്ഥാനത്തേക്ക് വരും. അതാണ് ഇതിൻ്റെ നിയമം. ഭൂമിയിൽ ഒരു രാജ പോയാൽ വേറെ രാജാവ് വരുന്നു. ദേവത യോനിയും ശരിക്കുള്ള സുഖം ഇല്ല. ശരിക്കുള്ള സുഖം കിട്ടണമെങ്കിൽ നിർഗുൺ നിരാകാരനെ ഉപാസിച്ചാലേ മതിയാകുകയുള്ളൂ. ഈ ലോകത്തിലും സ്വർഗലോകത്തിലുള്ള ദേവതകൾക്കും ഒരു വിധത്തിലുള്ള മോക്ഷവും കിട്ടുന്നതല്ല. കാരണം അവിടെ ജ്ഞാനില്ല. ഭോഗാണ്. ഭൂമിയിൽ മായയാണെങ്കിൽ സ്വർഗലോകത്തിൽ മഹാമായയാണ് എന്നറിയുക. പരം ശാന്തി ആത്മാക്കൾ പരംധാമിലോട്ട് പോകുന്നു. പരമേശ്വരിൽ ലയിക്കുന്നു. ത്രിഗുണാതീത് ആകുന്നു. സത്തോ രജോ തമോ ഗുണത്തിനും മേലെ പോകുന്നു. ബ്രഹ്മ വിഷ്ണു ഒന്നും അല്ല, ഇവരിലും മേലെയാണ് ത്രിഗുണാതീത് ആയി മാറുന്നത്.
ഇനി ബ്രഹ്മപുരിയെപ്പറ്റി എന്താണ് എന്ന് നോക്കാം. ബ്രഹ്മയിലെ സമയവും നമ്മുടെ ഭൂമിയിലെ സമയവും വളരെ വ്യത്യസ്തമാണ്. ഭൂമിയുടെ ഒരു സെക്കൻഡ് ഭൂമിയിൽ 4 ലക്ഷം ബ്രഹ്മയുടെ ഒരു സെക്കൻഡ് ഭൂമിയിൽ 1,00,000 വർഷമാണ് എന്ന് ഓർക്കുക. ഇതിനെപ്പറ്റി നമ്മുടെ പുരാണത്തിലും പറയുന്നുണ്ട്. ഒരു ഉദാഹരണം, ഭൂമിയിൽ ഒരു രാജാവ് രേവത് കുക്കിടമി ഉണ്ടായിരുന്നു. ആ സമയത്ത് സത്യുഗമാണ് നടന്നുകൊണ്ടിരുന്നത്. ആ രാജാവിൻ്റെ മോളുടെ പേര് രേവതി എന്നാണ്. കുക്കിടമി രാജാവ് അവരുടെ മകളുമൊത്ത് ബ്രഹ്മപുരിയിൽ ബ്രഹ്മയെ കാണുവാൻ പോയി. ഒരു കാര്യം ബ്രഹ്മയുടെ അടുത്ത് നിന്ന് അറിയണമായിരുന്നു. എൻ്റെ മകളുടെ ഹസ്ബൻഡ് ആരാണ് എന്നറിയാൻ ബ്രഹ്മാജിയുടെ അടുത്ത് ചെന്നപ്പോൾ ബ്രഹ്മാജി പാട്ടും ഡാൻസും കാണുന്ന തിരക്കിലായിരുന്നു. അതിനാൽ കുകിടമി രേവതി ബ്രഹ്മാജിയെ പ്രതീക്ഷിച്ച് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ബ്രഹ്മാജിയെ കണ്ട് ഭൂമിയിലേക്ക് മടങ്ങിയപ്പോൾ ഭൂമിയിൽ 27 ചതുർയുഗം കഴിഞ്ഞിരുന്നു. കുകിടമി 27 ചതുർയുഗം കഴിഞ്ഞിരുന്നു. കുകിടമി രാജാവ് 19.43 മിനിറ്റ് ബ്രഹ്മാജിയുടെ അടുക്കൽ ചിലവിട്ടപ്പോൾ ആണ് ഈ ചതുർയുഗം കടന്നുപോയത്. ഭൂമിയിൽ അത്ര ഫാസ്റ്റായിട്ടാണ് സമയം കടന്നു പോകുന്നത്. അതായത് ഭൂമിയിലെ സമയവും ബ്രഹ്മയിലെ സമയവും രണ്ടും രണ്ടാണ്. അങ്ങനെ മേലെ ലോകത്തോട്ട് ആത്മ പോകുന്തോറും സമയം പതുക്കെ പോവുകയുള്ളൂ. എന്നാൽ ഭൂമിയിൽ സമയം വളരെ വേഗത്തിലാണ് പോകുന്നത്. നമ്മൾ ഓരോ ഡയമെൻഷനിലും മേലോട്ട് പോകുന്ന സമയത്ത് അവിടെ വാതാവരണത്തിന് ഒത്ത് നമ്മുടെ ശരീരവും ചേഞ്ചായി കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഓരോരോ ഡയമെൻഷനിലും ഓരോരോ ശരീരമായിരിക്കും, ഓരോരോ ശരീര പ്രകൃതിയായിരിക്കും. കൂടുതൽ നീട്ടുന്നില്ല. ബേഹദ് കി പരം ശാന്തി. മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം.